ഹായ്. ഇന്നൊരു CCTV ഇൻസ്റ്റാളേഷൻ കാണിച്ചു തരാം. CCTV എങ്ങനെയാണ് നമ്മൾ പുതിയൊരു വീട് സർവേ ചെയ്ത് ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാവേ. ഇത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ കസ്റ്റമറുടെ നീഡ്സ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കസ്റ്റമർക്ക് ഫ്രണ്ടിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു ഗേറ്റ് വ്യൂ ആണ്. അപ്പോൾ ഈ ഗേറ്റിൽ നിന്ന് വരുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള വിഷ്വൽസ് അദ്ദേഹത്തിന് കാണണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു ക്യാമറ പ്ലേസ് ചെയ്ത് കൊടുത്തത് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ ഇവിടുന്ന് കിട്ടുന്ന ഇതേ വിഷ്വൽസ് ക്യാമറ 4 MP മെഗാപിക്സലിലെ ക്യാമറാസാണ് ചെയ്യുന്നത്. ക്യാമറാസ് കാണിച്ചു തരാം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ സിറ്റ് ഔട്ടിൽ ഈ വരുന്ന ഡോർ സൈഡിൽ ആരെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണണം, ഡോറിൻ്റെ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ക്യാമറ വെച്ച് കൊടുത്തത് കണ്ടോ, ഇവിടെ ഒരു ക്യാമറ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് പ്രാമേൻ്റെ 2 മെഗാപിക്സലിൻ്റെ ഹൈബ്രിഡ് ക്യാമറയാണ്. സ്മാർട്ട് IR LED ഉള്ള ഹൈബ്രിഡ് ക്യാമറ. ഈ ക്യാമറയിൽ നൈറ്റ് കളർ വ്യൂവും വരുന്ന, നൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റും വരുന്ന ഡുവൽ LED ഉള്ള ക്യാമറയാണ്. അതുപോലെ തന്നെ ഇത് ആരെങ്കിലും വന്ന് മോഷൻ ഡിറ്റക്ഷനായിട്ട് ഇതിൻ്റെ ഫ്ലാഷ് LED വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ പുറത്തൊരു സിറ്റൗട്ടിൽ ആരെങ്കിലും കയറി വന്നാൽ ഉടൻ നമുക്കൊരു ലൈറ്റ് അടക്കം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ സൗണ്ട് നമുക്ക് റെക്കോർഡിങ്സ് ഉണ്ട്. അതിൽ ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കസ്റ്റമറിന് കേൾക്കാനും പറ്റും. അതിൻ്റെ വയറിങ് ഇതേപോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡോറിൻ്റെ ഇവരുടെ ഈ ഡോറിൻ്റെ അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വയ്ക്കാൻ പറ്റിയ പ്ലേസ് ഇവിടെ മാത്രമാണ്. ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറയുടെ വിഷ്വൽ ഇതുപോലെ ഇങ്ങനെ മൊത്തം കാണും. ഇവിടെ നിന്ന് വരുന്നു കഴിഞ്ഞാൽ വരുന്ന ആളുകളുടെ മൊത്തം വിഷ്വൽസും ഈ ക്യാമറയിൽ കാണും. 2.8 mm ലെൻസ് ആവുകൊണ്ട് തന്നെ കൂടുതൽ വിഷ്വൽസ് കിട്ടും. അത് 4 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. ഇനി അടുത്തൊരു വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറ നമുക്ക് ഈ കാണുന്ന വ്യൂ അവർക്ക് കിട്ടും. ഇവിടെ ഒരുപാട് അവർക്ക് ഇവിടെ 2-3-4 എൻട്രൻസ് വരുന്നുണ്ട്. ആ എൻട്രൻസ് മുഴുവൻ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാണാനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ കിട്ടുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് അടുത്തത് വരുന്ന ഇവരുടെ ഈ ബാക്കിലെ കിച്ചൺ സൈഡിലെ ഡോറാണ്. ഈ ഡോറ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇവിടെ 4 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ വയ്ക്കുന്നുണ്ട്. ഇതേപോലത്തെ വിഷ്വൽസ് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ കാണണം. ഈ ഡോറിൻ്റെ അവിടെ ആരും വന്നു നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ചെല്ലുകയും ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ നിന്നുള്ള ക്യാമറ, ഈ വിഷ്വൽസ്. അങ്ങനെ ഒരു 6 ക്യാമറയാണ് ഇവിടെ മൊത്തത്തിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാവിധത്തിലുള്ള കേബിൾസും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കിച്ചണിലേക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്കുള്ള പോർഷൻ ഇട്ടിട്ടുണ്ട്. കിച്ചണിലേക്ക് കേബിൾസിൽ എത്തിച്ചിട്ടുണ്ട്. അതിനെ ഉള്ളിൽ കാണിച്ചു തരാം. നമ്മുടെ വർക്ക് ഇവിടെ ടെക്നീഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വയറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്യാമറാസ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്യാമറ ഇതാണ്, H265+. അത് റെക്കോർഡിംഗ് ഡേയ്സ് കൂടുതലുള്ള 4 മെഗാപിക്സൽ IP ക്യാമറയാണ് ചെയ്യുന്നത്. ഇതിന് മോഡൽ നമ്പർ ഇതെല്ലാം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബേസിക് നെറ്റ്വർക്ക് ക്യാമറയാണ്. മോഷൻ ഡിറ്റക്ഷൻ എന്നുള്ള ഫീച്ചർ മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്ക് ക്യാമറയാണ്. ഇങ്ങനെയാണ് ക്യാമറ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരു വീട്ടിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്. ഇത് നമ്മൾ ബോക്സിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ IP ക്യാമറയാണ്. രണ്ടാമത്തെ ക്യാമറ ഉണ്ടോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് പ്രാമേൻ്റെ NVR ആണ്. അതായത് ബേസ് മോഡലുള്ള 1 സീരീസ് വരുന്ന NVR ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ ജസ്റ്റ് കാണിച്ചു തരാം. PTNR 1A08Q1 എന്നുള്ള മോഡലാണ്. ഇതിൽ മോഷൻ ഡിറ്റക്ഷൻ ഫംഗ്ഷൻ മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള NVR ആണ്. ഇതിന് നമുക്ക് AI ഫംഗ്ഷൻ, പിന്നെ ഹ്യൂമൻ വെഹിക്കിൾ അതുപോലത്തെ AI ഫംഗ്ഷൻസ് വരുന്ന NVRകളും ഉണ്ട്. ഇത് CCTVൻ്റെ IP ക്യാമറയ്ക്ക് നമ്മൾ ജാക്ക് അടിക്കുന്നതാണ്. RJ45 എന്നുള്ള കണക്ടർ അടിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളതിൻ്റെ കളർ കോഡിങ് കറക്റ്റ് വെച്ചിട്ട് ജാക്ക് അടിക്കുന്നത്. പല ആളുകളും നമ്മൾ ജാക്ക് അടിക്കുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കി വെച്ചിട്ട് ജാക്ക് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ ഈ ഭാഗം പുറത്തേക്ക് ആയിക്കൊണ്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കറക്റ്റ് ഇത് റൈറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് കയറിയിരിക്കണം. ഉള്ളിൽ ഈ പുറത്തുള്ള PVC കോട്ടിങ് ഉണ്ടല്ലോ, അത് ജാക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് കയറിയിരിക്കണം. എന്നിട്ട് വേണം പഞ്ച് ചെയ്യാൻ. അല്ലെങ്കിൽ പുറത്ത് വെച്ച് ഒരിക്കലും പഞ്ചിന് വെള്ളം കയറാനും എല്ലാത്തിനും അത് വളരെ ഈസിയാണ്. ഇത് കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവാണ്. വെള്ളം കുറച്ച് ടൈറ്റായിട്ട് ഇരുന്നുകൊണ്ട് വെള്ളം പെട്ടെന്ന് കയറില്ല. പിന്നെ നമ്മൾ ക്യാമറയ്ക്കുള്ള വാട്ടർ പ്രൂഫ് ജാക്കുകളൊക്കെ ഇടുകൊണ്ട് തന്നെ വെള്ളം കയറില്ല. അതിന് കൂടെ തന്നെ ടാപ്പും കൂടി ചുറ്റണം. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്യാമറ ഇത് 4 MBൻ്റെ പ്രാമേൻ്റെ ക്യാമറയാണ്.
അപ്പോൾ ക്യാമറ നമ്മൾ IP67 വാട്ടർ പ്രൂഫ് ക്യാമറകളാണ്. പക്ഷേ ഈ ക്യാമറയിൽ വെള്ളം കയറാനുള്ള ചാൻസസ് എവിടെ വെച്ചാൽ ഈ വയറിൻ്റെ ഉള്ളുണ്ടോ ഇതിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിന് നമുക്ക് കമ്പനി കൊടുക്കുന്നത് ഈ വാട്ടർ പ്രൂഫുള്ള ഈ ജാക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. എച്ചിലേക്ക് പ്ലഗ് ചെയ്തിട്ട് നമ്മൾ ഇത് വെച്ചു. എന്നിട്ട് അതിന് ബാക്കിലുള്ള ഈ റബ്ബർ കണ്ടോ ഇതിനുള്ളിലേക്ക് ടൈറ്റ് ആക്കിയിട്ട് കയറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൽ കിടന്ന് ടൈറ്റ് ആയിരിക്കും, പക്ഷേ എന്നാലും വെള്ളം കയറാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം വെള്ളം ചിലപ്പോൾ ഇതിനുള്ളിൽ കെട്ടി നിൽക്കാനോ അല്ലെങ്കിൽ ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഇതിനുള്ളിൽ കൂടെ കേബിളിന് കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിനുള്ളിലേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമുക്ക് ടാപ്പ് വരുന്നുണ്ട്. അതായത് വാട്ടർ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ടാപ്പുണ്ട്. അപ്പോൾ ഈ ബാക്കിലൂടെ ഈ ഒരു വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം കയറില്ല. ഇതുപോലത്തെ 2 ഉണ്ട്. ഇങ്ങനെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഔട്ട്ഡോർ ചെയ്യുമ്പോൾ. ഇത് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമാണ് ഇതിനുള്ളിലെ കണക്ഷൻ കറക്റ്റ് ആയിരിക്കും. രണ്ടാമത് അഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് എന്നിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അവരുടെ സിറ്റ് ഔട്ടിലുള്ള വ്യൂ ആണ്. ഇത് ഒരു 1 സൈഡാണ്. ഉണ്ടോ അങ്ങനെ 4 വിഷ്വൽസ് ഉണ്ട്. മൊത്തം 6 ക്യാമറ ചെയ്തിട്ടുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാനുള്ളത് ഈ മോഷൻ ഡിറ്റക്ഷൻ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ വരുന്ന എങ്ങനെ സെറ്റ് ചെയ്യുന്നതെല്ലാം ഒരുവിധം ആളുകൾക്ക് അറിയുന്നുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഏരിയയിൽ ഒരിക്കലും ഈ മരങ്ങൾ ചെടികളൊക്കെ ഉള്ള ഭാഗങ്ങൾ മാക്സിമം ഒഴിവാക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാമറ ഫ്രണ്ടിൽ എന്ത് അനക്കുണ്ടെങ്കിലും ക്യാമറ നോട്ടിഫിക്കേഷൻ തരും. ഇപ്പോൾ കണ്ടില്ല ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഫുള്ളായിട്ടുള്ള കവറിങ് അല്ല, ഒരു ക്യാമറ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ലാസ്റ്റ് ക്യാമറ കണ്ടോ, ഇങ്ങനെ ക്യാമറ ഓൾറെഡി കമ്പനി വരുമ്പോൾ മൊത്തം കവർ ചെയ്തിട്ടാണ്. ഇതിനുള്ളിൽ എന്ത് അനക്കം വന്നു കഴിഞ്ഞാലും നമുക്ക് മോഷൻ ഡിറ്റക്ഷൻ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ക്ലിയർ ചെയ്തിട്ട് ന്യൂ ആയിട്ട് ഈ ചെടികളൊന്നും പെടാത്ത രീതിയിൽ ഈ ലൈനിൽ കൂടെ ഇപ്പോൾ നടന്നു വരുമ്പോൾ ആരെങ്കിലും ക്രോസ് ചെയ്യാതെ വരില്ല. അപ്പോൾ അങ്ങനത്തെ ലൈൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ലൈനിൽ കൂടെ ആര് വന്നാലും അവർക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ചെടികൾ, മരങ്ങൾ, ആടുന്ന ഐറ്റംസ്, അനക്കുണ്ടാകുന്ന ഐറ്റംസൊക്കെ എപ്പോഴും അനങ്ങുന്ന ഐറ്റംസ് അതിനൊക്കെ ഒന്ന് ഒഴിവാക്കിയിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കസ്റ്റമർക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മോഷൻ ഡിറ്റക്ഷൻ അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. ഈ AI ഫങ്ഷൻസ് ഉള്ള ക്യാമറകൾ എടുക്കുകയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ വെഹിക്കിൾസ് എന്നുള്ള സംഭവങ്ങളൊക്കെ കാണും. കൃത്യമായിട്ട് ഹ്യൂമനെ അനലൈസ് ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പോൾ അത്തരം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് അപ്ലൈ ചെയ്യുന്നു. ലിങ്കേജ് ആക്ഷൻ നോട്ടിഫൈ സർവൈലൻസ് എന്നുള്ളതിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ മോഷൻ ഡിറ്റക്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഈ എക്സ്പെക്റ്റേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എല്ലാവരും ചിലപ്പോൾ ഡിസേബിൾ ചെയ്തിടലുണ്ട്. ഇത് ശരിക്ക് നിങ്ങൾ നോട്ടിഫൈ സർവൈലൻസ് സെൻ്ററിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഡിസ്ക് കംപ്ലൈൻ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള ഇത് നോട്ടിഫിക്കേഷൻ. പിന്നെ വീഡിയോ ടാമ്പറിങ്, വീഡിയോ ആരെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുകയാണ്, അത്തരം സംഭവങ്ങളിലൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. വീഡിയോ ലോസായി പോകുന്നത്, അത്തരം ഡിറ്റക്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ്റെ വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് 4 MB ക്യാമറയാണ്. ജസ്റ്റ് പൊസിഷനൊന്ന് താഴ്ത്താനുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.